നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കിരണിന്റെ നെഞ്ചിൽ മുഖം ചേർത്തുറങ്ങിയാണ് കാവ്യ. അവളുടെ തലയിൽ താടിയൂന്നി അവനും മയക്കമാണ്. തന്റെ ഫോൺ എടുത്ത് അവളുടെ ഒരു ഫോട്ടോ ഫോണിലേക്ക് പകർത്തിയവൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തെടുത്ത ഫോട്ടോ ശ്രീക്കും ജാനോൾ സെൻഡ് ചെയ്തു. ശ്രീക്ക് അയച്ചത് മാത്രം ഡബിൾ ടിക്ക് വീണു. പക്ഷേ ജാൻ അയച്ചത് അപ്പോഴും സിംഗിൾ ടിക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ വീണ്ടും അവളുടെ മുഖം വാടി. ഒരു വളവ് കൂടിക്കഴിഞ്ഞതും കണ്ടു ശോഭന ടീച്ചറുടെ അടഞ്ഞുകിടക്കുന്ന വീട്. ഗ്ലാസ് ഒന്ന് താഴ്ത്തി അവൾ ചുറ്റുമൊന്ന് നോക്കി. സന്ധ്യ കഴിഞ്ഞുവെങ്കിലും വല്ലാത്തൊരു മഴക്കൂരാപ്പും കാറ്റും. തുലാവർഷ ആരംഭം. നില, നീ കാടിനുള്ളിലാണ് താമസം? ഓ ജീസസ്, ഇത്രയും വലിയ കാട്ടിലെയും ഞാൻ. ആദിവാസികളൊക്കെ ഉണ്ടോ ഇവിടെ? സിംഹം, പുലി, കടുവ അങ്ങനെ? ഒന്ന് കുലുങ്ങി മറിഞ്ഞുകൊണ്ട് കാർ പതിയെ മുന്നോട്ട് പോകുമ്പോൾ ലൂക്ക നിലയെ നോക്കി ചോദിച്ചു. അത്രയും വലിയ സാധനങ്ങളൊന്നുമില്ല. ഉള്ള കുറച്ച് കാണ്ടാമൃഗങ്ങളാ. പക്ഷെ അവറ്റകൾ മൊത്തം എന്റെ തറവാട്ടിലാണെന്നേ ഉള്ളൂ. ഓ ജീസസ്, ഹൗ ക്യാൻ ഐ ലീവ് ഹിയർ? അങ്ങനെ പറയരുത് പ്ലീസ്. ചേരയെ തിന്ന് നാട്ടിൽ ചെന്ന് അതിനെ നടുക്കഷ്ണം തിന്നണമെന്നാ നീല ഒരു കള്ളശ്ശിരിയോടെ പറഞ്ഞു. ഓ മൈ ഗോഡ്, അപ്പൊ ടു ദി പീപ്പിൾ ഹിയർ ഈറ്റ് സ്നേക്സ്? ജീസസ്. ലൂക്കയുടെ തുറിച്ച നോട്ടം കണ്ട് നിലക്ക് ചിരിയാണ് വന്നത്. അവൾ ഉറക്കെ ചിരിച്ചു. ലൂക്ക അവളെ നല്ലോണം നോക്കി. നില, ഒരുമാതിരി യക്ഷികൾ ചിരിക്കുമ്പോൾ ചിരിച്ചാലുണ്ടല്ലോ, പിടിച്ച് കുരിശിൽ തറക്കും ഞാൻ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ കമാൻഡ് യു ടു ലീവ്. പിശാചേ. അട്ടഹസിച്ച് നിലക്ക് ശ്വാസം വിലങ്ങി. തറവാടെത്തിയോ? പുറകിൽ നിന്ന് ഞെട്ടിയുണ്ടെന്നുകൊണ്ട് കിരൺ ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? നീല അമ്പരപ്പോടെ ചോദിച്ചു. നിന്റെ തറവാട്ടിലെ പ്രേതങ്ങളുടെ അട്ടഹാസല്ലേ ആ കേൾക്കുന്നു? പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ ലൂക്ക കാർ ബ്രേക്ക് ചെയ്തു. വാട്ട്? അപ്പൊ ശരിക്കും പ്രേതമുണ്ട് അവിടെ? അതിന് നില നന്നായിട്ടൊന്ന് വിളിച്ചാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും കാവ്യയും കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു. എത്തിയോ എന്നുള്ള കാവ്യയുടെ ചോദ്യത്തിന് നീലാംബരി മുന്നിലേക്ക് വിരൽ ചൂണ്ടി. എല്ലാവരും ഒരേപോലെ മുന്നിലേക്ക് നോക്കിയതും ദൂരെയായി കണ്ടു മഴക്കൂരാപ്പും മഞ്ഞും മൂടിക്കിടക്കുന്ന പടുകൂറ്റൻ തറവാട്. അതാ എന്റെ മേലാറ്റൂർമന. നീലാംബരി ചെറുപുഞ്ചിരിയോടെ പറയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലോടെ കിരൺ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം തന്നെ നിലം തൊട്ടൊരു കാറ്റടിച്ച് കരിയിലകൾ മുന്നിലേക്ക് പറന്നു, വായുന്നാരോ ക്ഷണിക്കുന്ന പോലെ. അപ്പോഴും ചലനമറ്റ തറവാടിനെ തന്നെ നോക്കി നിന്ന കിരണിന്റെ വലത് കൈത്തണ്ടിലെ രോമകൂപങ്ങളൊന്ന് എഴുന്നേറ്റു. ആരോ പിടിച്ചു വലിക്കുമ്പോൾ അവനൊന്ന് കുളിർന്നുകൊണ്ട് തന്റെ കൈ ഉയർത്തിയൊന്ന് നോക്കി. കിരൺ. പുറകിൽ നിന്ന് കാവ്യ വിളിക്കുമ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞു. ജാൻ പറഞ്ഞു ശരിയായിരുന്നു. ആരോ പിടിച്ച് അങ്ങോട്ടേക്ക് അടുപ്പിക്കുമ്പോൾ ഒരു തറവാട്. കിരൺ സ്വയം പറഞ്ഞു. തുറന്നിട്ട പടിപ്പുരവാതിലേക്ക് നീലാംബരി നടക്കുമ്പോൾ അവരവരുടെ ബാഗും കയ്യിലെടുത്ത് പുറകെ നടന്നു ബാക്കിയുള്ളവർ. അവസാനം പടിപ്പുര കടന്ന കിരണാണ്. ആ നിമിഷം തന്നെ കാറ്റിന്റെ വേഗതയേറി. ആരോ ആഘോഷിച്ചു അവന്റെ വരവ്. എന്റെ പൊന്നോ, എടി പുല്ലേ, നീ ഭാർഗവി നിലത്തിലാണ് താമസിക്കുന്നത്? ഓടിക്കൊടി കാവ്യ, നമുക്ക് കല്യാണം കഴിക്കണ്ടായി. കിരൺ പറഞ്ഞ് ലൂക്ക കണ്ണുമിഴിച്ചു. ജീസസ്, ലൂസി ആവണമെന്നുള്ള എന്റെ സ്വപ്നം ഇപ്പോഴും പെൻഡിങ്ങിലാ. കർത്താവേ, നിന്റെ മുമ്പിൽ 1000 മെഴുകുതിരി ഞാൻ കത്തിക്കാവേ. ഐ ആസ്ക് ഫോർ യുവർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ്. സെൻഡ് യുവർ ഏഞ്ചൽസ് ടു സ്റ്റാൻഡ് വിത്ത് ഓവർ മീ ആൻഡ് മൈ ലവ്ഡ് വൺസ്. ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ പവർ ടു ഡെലിവർ ആൻഡ് ഹീൽ. ആമേൻ. ചുറ്റും നോയിക്കൊണ്ട് വിറച്ച് ലൂക്ക പറയുമ്പോൾ നീല ഒരിക്കൽ കൂടി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വയറിൽ കൈവച്ച് കമിഴി നേടുന്ന ചിരിക്കുന്നവളെ മൂവര് ഒരുമാതിരി നോക്കി. ഡീ കാവി, നിന്നെ ചുണ്ണാമുണ്ടോ? തീപ്പെട്ടിയോ ഇരുമ്പ് കത്തിയോ അങ്ങനെ വല്ലതും ഉണ്ടോ? കിരണിന്റെ ചോദ്യം കേട്ട് കാവ്യ കൈമലർത്തി. ഇല്ല, ലൂക്കടയിൽ കാണും. എന്റെ കയ്യിലില്ല. എന്റെ ലിപ്സ്റ്റിക്, ഐഷാഡോ, ഐലൈനർ മാത്രമേ ഉള്ളൂ. മതിയോ? ലൂക്ക കയ്യിൽ നിന്ന് ചെറിയ പൗച്ച് കിരണിന് നേരെ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ കിരൺ നാക്കടിച്ചു. നോക്കുമ്പോൾ കണ്ടു ഉമ്മറത്ത് വന്നിരുന്ന് തങ്ങൾ ഉറ്റുനോക്കുന്ന മുണ്ടും നേരിതും ചുറ്റി അതിസുന്ദരിയായ ഒരു സ്ത്രീ. മറ്റൊരു തൂണിന്റെ മറവിൽ മുണ്ടും ബ്ലൗസും തോർത്തുമെടുത്ത മറ്റൊരു സ്ത്രീ. കുറച്ചപ്പുറം മാറി ഒരു വയസ്സൻ കൈ കണ്ണിന് മുകളിൽ വെച്ച് അല്പം കുനിഞ്ഞു നിന്ന് നോക്കുന്നു. ഓടിക്കോ രാമ, എനിക്ക് ഈ ദേശത്തെ വഴിയറിയില്ല. പ്രേതങ്ങളുടെ മൊത്തം ജനറേഷനും ഉണ്ട്. കിരൺ അതും പറഞ്ഞ് കാവ്യയുടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞോടാൻ തുടങ്ങിയതും ലൂക്ക ചക്ക വെട്ടിയിട്ട പോലെ നിലത്ത് ബോധം കെട്ട് വീണു. നില ഒന്നും മനസ്സിലാവാതെ മൂവരെയും തുറിച്ചു നോക്കി. എല്ലാം നശിപ്പിച്ചല്ലോ എന്റെ ദൈവമേ. എടാ മഹാഭാവി, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ മനസ്സ് വന്നടാ? രൂപ 10 ലക്ഷം ഈ കാറ്റി പറന്നടക്കുന്ന എന്റെ ആറ്റുകാലമ്മേ. കൽപ്പന തലയിൽ ഇരുകൈകളും കൊണ്ടടിച്ച് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് പദം പറഞ്ഞ് കരഞ്ഞു. ശശിധരന് ജീവനുണ്ടെന്നേ ഉള്ളൂ. നാവിറങ്ങിയിട്ട് അരമണിക്കൂറായി. മൂന്നൻ സിഗരറ്റ് ആഞ്ഞു വലിച്ച് മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടന്നു. ദത്തൻ പുറകിൽ കൈയും കെട്ടി ചുണ്ടും കൂർപ്പിച്ച് മാനം നോക്കി നിൽപ്പാണ്. എറണാകുളത്തുനിന്ന് വന്നതിൽ പിന്നെ ശശിധരൻ ഒരു ജന്മിയുടെ തലക്കനമാണ്. ആരോടും മിണ്ടാട്ടമില്ല. കൽപ്പന ഉണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കുന്നില്ല. ദത്തനോട് സംസാരിക്കാറില്ല. എന്തിന്? സ്വന്തം മുറി പോലും പിടിക്കുന്നില്ല. ആകെ ഒരു വിയർപ്പും പരവേശവും.
AC റൂമില്ലാതെ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥ. മഴ പെയ്തപ്പോൾ പൊട്ടിയ ഓടിനിടയിൽ കൂടി ഒളിച്ചിറങ്ങിയ വെള്ളത്തിന് വരെ അയാൾ ചീത്ത പറഞ്ഞു. ഒരു 10 ലക്ഷം കയ്യിൽ കിട്ടിയ പിന്നെ ശശിധരൻ ഒടുക്കത്ത അഹങ്കാരവും മുടിഞ്ഞ ഷോയും. ഉച്ചയൂണ് കഴിക്കാൻ നേരം മുകുന്ദന് വൃത്തിയില്ലെന്ന് കൂടി ശശിധരൻ പറഞ്ഞോടെ മുകുന്ദന് വിധം മാറി. അവസരം കാത്തിരുന്നു. മുകുന്ദനൊരു ചെന്നായെ പോലെ. ഉച്ചയുറക്കം കഴിഞ്ഞ് വൈകിയാണ് ശശിധരൻ ഉണർന്ന്. പെട്ടെന്ന് എന്തോ ബോധം വന്ന പോലെ അരയിലും തപ്പി നോക്കി. പോയി, ചെക്ക് പോയി. ഒരു ഭ്രാന്തനെ പോലെ മുറിയാകെ പരതിയയാൾ. മെത്തവിരിപ്പ് അന്തരീക്ഷത്തിൽ ഉയർന്നു. തലയിണകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മുറിയാകെ വലിച്ചു വാരിയിട്ട ശേഷം ശശിധരൻ ഉറക്കെ അലറി. തിളച്ചു മറിയുന്ന പാലും വെള്ളത്തിൽ ചായപ്പൊടിയും പഞ്ചസാരയും കോരിയിടുമ്പോഴാണ് കൽപ്പന ശശിധരന്റെ കൊലവിളി കേൾക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കൽപ്പന ഓടി ഹാളിലേക്ക് എത്തിയതും ഒരു ഭ്രാന്തനെ പോലെ ശശിധരൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നതാണ് അവർ കാണുന്നത്. ആ വിളി പ്രതീക്ഷിച്ച പോലെ ദത്തിന് 3 ഉള്ളിൽ ഒളിപ്പിച്ച കള്ളുടെ ചിരിയോട് മുറ്റത്തെ വെയിലത്തിട്ടയിലിരുന്നു. മുകുന്ദ, സാധനം കയ്യിലുണ്ടോടാ? ദത്തൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മുകുന്ദന്റെ മുഖത്തൊരു വഷളം ചിരി വിരിഞ്ഞു. ഉണ്ടേ, സാധനം ഭദ്രമായിട്ട് ഉണ്ട്. പക്ഷേ ആ ചെക്ക് കൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല മാമ. ചെക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്റെ തന്തപ്പിടി ചുമ്മാ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഉടനെ വിളിക്കും മറ്റേ പണക്കാരൻ കാരണവരെ, മറ്റവന്റെ തന്തേ. പഴയ പോലെയൊന്നുമില്ല. ഇത്രയും വലിയ തുകയുടെ ചെക്കുമായിട്ട് ബാങ്കിൽ കയറി ചെന്നാ ഉടനെ പണം കൈ കിട്ടത്തില്ല. ചെക്ക് വന്ന വഴി അവർ അന്വേഷിക്കും. അപ്പൊ നീ പിന്നെന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ കണ്ടോ, എനിക്കും ജയിക്കണ്ടേ മാമ. ആ മറ്റേമോ നീലാംബരിയുടെ ശരീരത്തിന് കിട്ടിയ പിച്ചക്കാശ് ഇവിടെ അങ്ങനെ ആരും തിന്നണ്ട. അത് പറയുമ്പോഴും മുകുന്ദന്റെ മനസ്സിൽ നിറഞ്ഞെന്ന് ജാന്റെ സുന്ദര രൂപമായിരുന്നു. അവന്റെ തലയെടുപ്പും നടപ്പും ഭാവവും സംസാരവും ദേഷ്യം വരുമ്പോൾ ആരെയും വകവെക്കാതെ ഭയക്കാതെ നിറഞ്ഞാടുന്ന പുരുഷരൂപം. മുകുന്ദന്റെ മുഖം വലിഞ്ഞു മുറുകി. തങ്ങളുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന ശശിധരന്റെ മുന്നിലേക്ക് തിട്ടപ്പുറത്ത് നിന്നും ചാടിയിറങ്ങി മുകുന്ദൻ. മുണ്ട് വലിച്ചേറ്റ് മുകളിലേക്ക് കുത്തി. ഇറക്കമുള്ള അടിവസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് ചെക്ക് പുറത്തേക്കെടുത്ത് ഉയർത്തിക്കാട്ടിയ ശേഷം പല കഷ്ണങ്ങളാക്കി കാറ്റിൽ പറത്തി മുകുന്ദൻ. അത് പ്രതീക്ഷിക്കാത്ത പോലെ ദത്തിനൊരു പിടപ്പോടെ ചാടി ഇറങ്ങിയിരുന്നു. ഓടി വന്ന ശശിധരൻ വേച്ച് വീണുപോയി. കൽപ്പന ഓടിപ്പടഞ്ഞു വന്നുകൊണ്ട് കീറിക്കിടക്കുന്ന ചെക്കിന്റെ അടുത്തേക്ക് മുട്ടിത്തിരുന്നുകൊണ്ട് 2-3 പേപ്പർ കഷ്ണം നുള്ളിപ്പെറുക്കി ഒത്തുനോക്കി. ചാദിച്ചോ ഭഗവതി! തലയിൽ ഇരു കൈ കൊണ്ട് അടിയോടടിയായിരുന്നു കൽപ്പന. നാളെ നിങ്ങൾ ആരെങ്കിലും ചത്ത കിടന്ന് പോകാതെ പെട്ടിങ്ങിടക്കെടുത്ത് ഇറങ്ങാൻ നോക്ക്. ഇനി ആ തറവാട്ടി പോയി അഴിഞ്ഞാടണം എനിക്ക്. ദത്തമാമോ, ചത്താലും വേണ്ടില്ല. മനസ്സിലാഗ്രഹങ്ങൾക്ക് അറുതി വരുത്തിക്കണം, കേട്ടല്ലോ. കുറെ സ്വപ്നം കണ്ടല്ലേ നിങ്ങളും. മോളെ പോലെ തള്ളയൊരു 1.5 ഉരുപ്പടിയാ. പുക വലിച്ചു കയറ്റി പുറത്തേക്ക് ഊതി വിട്ടുകൊണ്ട് മുകുന്ദൻ പറയുമ്പോൾ ദത്തന്റെ മുഖമൊന്ന് തിളങ്ങി. കുളി കഴിഞ്ഞ് ഓടിപ്പിടഞ്ഞു വന്ന ലാവണ്യ കാണുന്ന ഈ കാഴ്ചകളാണ്. നേരത്തെ എത്തിയ മായക്കൊല്ലാത്ത സന്തോഷം തോന്നി. നമുക്ക് പോകാൻ ലാവണ്യ, കുറെ സീൻ കാണാം ആ തറവാട്ടില്. ഓർക്കുമ്പോ തന്നെ എനിക്ക് സഹിക്കുന്നില്ല. ഇതൊക്കെയല്ലേ ഒരു സുഖം. പതിഞ്ഞ ചിരിയോടെ മായ മുറിയിലേക്ക് പോയി. കണ്ണുനേരം മുതൽ കിരണിനെ നോക്കിയിരിപ്പാണ് ഭദ്ര. എന്തോ വല്ലാത്തൊരു വാത്സല്യം തോന്നി അവർക്ക്. കിരണാണെങ്കിൽ ഭദ്രയെ നോക്കി തന്റെ ശ്രീയമ്മയോടെന്ന പോലെ വളവളാ സംസാരിച്ചുകൊണ്ട് ഒരേ ഇരിപ്പാണ്. പക്ഷെ ഭദ്രയെ കണ്ടു മുതൽ കിളി പോയിരിക്കുകയാണ് നമ്മുടെ ലൂക്ക. എന്തൊരു ഭംഗിയാണ് ഈ സ്ത്രീക്ക്. സമപ്രായക്കാരാണ്. ഒരു പെങ്ങളെ പോലെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കണമെന്നൊക്കെ തോന്നിപ്പോയി ലൂക്കക്ക്. പക്ഷെ താൻ രൂപം കൊണ്ടൊരു പുരുഷനാണ്. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും ഭദ്ര തന്നോട് കാണിക്കുന്ന പോലെ ലൂക്കക്കും തോന്നി. അതുകൊണ്ട് തന്നെ ഭദ്ര കാണാതെയാണ് ലൂക്ക അവരെ നോക്കിയത്. നിലക്കും കാര്യങ്ങൾ മനസ്സിലായി. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി തനിക്ക് കഴിയില്ല. പക്ഷേ ലൂക്കയുടെ സംസാരവും ചിരിയും നോട്ടൊക്കെ ഒളി കണ്ടിട്ട് ഭദ്ര നോക്കുന്ന നില കണ്ടു. അന്യപുരുഷന്മാരോട് അമ്മ ഇങ്ങനെയാണ്. അധികം സംസാരിക്കാറോ മിണ്ടാറോ ഇല്ല. പക്ഷെ കിരണിന്റെ തലമുടിയൊക്കെ പോയി ഭദ്ര തഴുകുന്ന കാണെ നിലയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, രാത്രി മുള്ളാമുട്ടിയെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ബാത്റൂമിലാ പറ്റില്ല. കിരണിനായി മുകളിലത്തെ നിലയിലൊരിക്കൽ മുറിയുടെ കട്ടിൽ നിന്ന് കിരൺ വാശി പിടിച്ചു. എന്റെ കിരണേട്ടാ, എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഡോർ ലോക്ക് ചെയ്യില്ല, സത്യം. പുറത്തെ ബാത്റൂം വരെ ഞാൻ കൂട്ടുവരാം. നില പറയുമ്പോൾ ചെക്കന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. ഡീ കാവ്യ, നമുക്ക് ഒരുമിച്ചെടുക്കാടി. എന്തിനാ വെറുതെ നിലക്കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്കൊരു മുറിയിൽ അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. എനിക്ക് മുള്ളാമുട്ടിയെ നീ കൂട്ടുവരില്ലേടി? വരുത്തി തീർത്ത നാണത്തോടെ കിരൺ പറയുമ്പോൾ നീലാവന്റെ ചെവിക്ക് പിടിച്ചു. അയ്യട മോനെ, ആ വെള്ളങ്ങ് വാങ്ങി വെച്ചോ. ഞാൻ ഇവിടെ നിന്ന് എന്റെ അമ്മയ്ക്കൊപ്പം ഉറങ്ങുന്നത്. അതുകൊണ്ട് മുള്ളാമുട്ടിയാ ഞങ്ങളുടെ റൂമിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ. ഓടി യക്ഷി, പെങ്ങളാണത്ര പെങ്ങള്, സ്നേഹമില്ലാത്ത പിശാച്. കിരണിന്റെയും നിലയുടെയും വർത്തമാനം കേട്ടപ്പോൾ കാവ്യ ചിരിച്ചു. ഭദ്രയുടെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടു. എനിക്ക് ഇവിടെ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോണം. ഐ വാണ്ട് ടു ഗോ ഹോം. ലൂക്ക് ഒരേ വാശി. AC റൂമും ബാത്റൂമിലും അവിടെ പറ്റില്ല പോലും. മാത്രമല്ല നല്ല മഴയും.
എന്റെ പൊന്ന് ജാൻമണി അല്ല ലൂക്ക, ഇന്നൊരു ദിവസം ഒന്ന് ക്ഷമിക്കടാ. ഏതായാലും മോഡൽസ് തങ്ങാൻ ഞാൻ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഓരോരുത്തരായി വരും. അപ്പൊ നമുക്ക് പതിയെ ഹോട്ടലിലേക്ക് മാറാന്ന്. വിശ്വസിക്ക്. കിരൺ ലൂക്കയെ വല്ലവിധനെയും സമാധാനിപ്പിക്കുകയാണ്. നീലാംബരി കുളിക്കാനായി പുറത്തെ ബാത്റൂമിൽ കയറിയതാണ്. തുളസി അവൾക്ക് കൂട്ടുനിന്നു. തൊട്ടടുത്ത ബാത്റൂമിൽ ലൂക്കയുമുണ്ട്. ഈ സമയം ഭദ്ര സരോജിനി കഞ്ഞി സ്പൂണിൽ കോരി കൊടുക്കുകയാണ്. ശേഷം ഒത്തിരി മരുന്നുകളുണ്ട് അവർ കഴിക്കാൻ. എന്റെ കുഞ്ഞെ ഒന്ന് വേഗം ഇറങ്ങി. അതിനകത്ത് കയറി കുളിക്കുകയാണോ അതോ മഴ നനയാണോ? കൊടയും പിടിച്ച് മഴയത്ത് കൂട്ടിനിൽക്കാൻ പോയ തുളസിക്ക് നിലയെ കാത്തുനിന്ന് വെയിലിറങ്ങി. എന്റെ തുളസിക്കുട്ടി ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാട്ടോ, അവൾ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. കാവ്യ ആദ്യമേ കുളിച്ച് റൂമിലെത്തിയതാണ്. നീലാംബരിയുടെ ബെഡ്റൂം. അവളുടെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടു. മനോഹരമായ ഒരു പഴയ മുറി. വെറുതെ നോക്കി നിന്ന ശേഷം അവൾ ബാഗിൽ നിന്ന് ഒരു നൈറ്റ് ക്രീം എടുത്ത് അല്പം കയ്യിലേക്ക് എടുത്ത് മുഖത്തും കയ്യിലും കഴുത്തിലും തേച്ചു പിടിപ്പിക്കുമ്പോൾ ഇടുപ്പിലൊരു കുത്ത് കിട്ടി. ഒന്ന് ചാടി ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് കാവ്യ നോക്കിയതും കാണുന്നത് കഴുത്തിലൊരു തോർത്തും ചുറ്റി കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് കിരൺ. പാന്റ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ആ രൂപം കണ്ട് അവളൊന്ന് പതറി. പേടിച്ചു പോയല്ലോ. ഞാനടി വേണേ നിലവിടെ ചുറ്റും നോക്കി അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അറിയില്ലായിരിക്കും. നിലയും ലൂക്കയും പുറത്തെ ബാത്റൂമിൽ കുളിക്കാൻ പോയത് കിരൺ സാർ കണ്ടില്ലേ? കണ്ടു. എന്നാലും ഞാൻ വെറുതെ ഒരു സേഫ്റ്റിക്ക് ചോദിച്ചത്. സേഫ്റ്റിക്കോ? അതെന്തിനത്? അല്ല, ഇങ്ങോട്ട് ആരിപ്പോ വരില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഉറപ്പിച്ചിട്ട് എന്തിനാണാവോ? ചുമ്മാ വെറുതെ ഒന്നും വേണ്ടിയും പറഞ്ഞ് തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ. ആദ്യം പറഞ്ഞു ഓക്കെ, അവസാനം പറഞ്ഞ് മനസ്സിലായില്ല. ഇതിപ്പോ മനസ്സിലാക്കി തരാൻ എന്താണിയുള്ളത്? ഇങ്ങോട്ട് വാടി. കിരൺ കാവ്യയുടെ ഇടുപ്പിലൂടെ വരിഞ്ഞു ചുറ്റി വലിച്ചടുപ്പിച്ച് അവന്റെ ദേഹത്തേക്ക് പെട്ടെന്നൊരു ഇടിവെട്ടി കറണ്ടും പോയി. അയ്യോ വിട്ടേ കിരൺ, ആരെങ്കിലും കാണും. ഈ റൂം കൊള്ളാലോടി വേണ്ടേ? നീലക്കൊച്ചിന്റെ റൂമാണല്ലേ. ഇതിനകത്ത് കയറി ഞാൻ പരാക്രമണം നടത്തിയെന്നങ്ങാനും ചെക്കൻ അറിഞ്ഞ അവനെന്നെ കൊല്ലും. എന്തോന്ന്? എന്ത് പരാക്രമം? അതൊക്കെയുണ്ട്. നീലാംബരിയുടെ റൂം അവന്റെയെന്നും പറഞ്ഞ് നടക്കുക ചെക്കൻ. നമുക്കൊരു സെൽഫി എടുത്ത് അവൻ അയച്ചു കൊടുത്താലോ? ഇങ്ങോട്ട് വരാൻ കഴിയാതെ UK നിന്ന് ഈഗോ അടിച്ച് പണ്ടാരടങ്ങട്ടവൻ. അതൊക്കെ പോട്ടെ, എന്നാ നീ ഇത് ഏതൊക്കെ വാരിത്തേച്ച്? എന്തൊരു മണാടി നിന്നെ. അവൻ പറഞ്ഞുകൊണ്ട് അവൻ കാവ്യയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ കുറ്റിത്താടിയും മീശയും കഴുത്തിൽ തട്ടിയതും അവൾ ഇക്കിളി കൊണ്ടൊന്ന് പുളഞ്ഞു. ആ നിമിഷം തന്നെ കാവ്യവും വരിഞ്ഞു മുറുക്കി അവളുടെ കഴുത്തിലാകമാനം അവന്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നടന്നു. അവൾ അവന്റെ നഗ്നമായ മുതുകിൽ നഖങ്ങൾ ആഴ്ത്തി. ആരെങ്കിലും കാണും. വല്ലാതെ പരിങ്ങിക്കൊണ്ട് വല്ലവിധേനെ അവൾ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. സെക്കനൊരു കള്ളച്ചിരിയാണ്. ഇപ്പൊ ഇട്ടു ഒരാഴ്ച. അത് കഴിഞ്ഞ് എങ്ങനെ തള്ളി മാറ്റാൻ നോക്കിയാലുണ്ടല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി 10 മണിയോടടുത്തു എല്ലാവരും ഊൺമേശയിലേക്ക് എത്തിയപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയ ചോറാണ്. അതുകൊണ്ട് തന്നെ ആവി പറക്കുന്ന ചോറും ചെറുപയർ തോരനും കുമ്പളങ്ങ പുളിശ്ശേരിയും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവും. പിന്നെ ഇവർക്ക് വേണ്ടി മാത്രം തുളസി അടുത്തുള്ള വീട്ടിൽ നിന്ന് കുറച്ച് മുട്ട വാങ്ങി വന്നിരുന്നു. പൊരിച്ച മുട്ട കൂടിയായപ്പോൾ രാത്രി മഴക്ക കൂട്ടിന് ഊണ് തയ്യാറായി. തമാശകൾ പറഞ്ഞും ചിരിച്ചും ഭക്ഷണം കഴിക്കുന്ന കിരണിനെയും നിലയും തെല്ലൊരു അതിശയത്തിൽ നോക്കിയിരുന്നു ഭദ്രയും തുളസിയും. അതിശയിക്കാൻ മറ്റൊരു കാരണമുണ്ട്. നീലാംബരിയുടെ നൈറ്റ് സ്യൂട്ട് തന്നെ. ഇങ്ങനൊരു നീലാംബരി അവിടെ ആരും കണ്ടിട്ടില്ല. ഭദ്രക്കറിയാം എറണാകുളത്ത് തന്നെ മകൾ ധരിക്കാറുള്ള ശോഭന ടീച്ചർ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളെ പറ്റി. പക്ഷെ നേരിൽ കാണുന്ന ഇന്നാണ്. ഒരു പപ്പടം താടി പോടാ ഏട്ടാ, തരില്ല. ഇനി ആകെ ഒന്നേ ഉള്ളൂ. വേണേ സ്വന്തം കെട്ടിയുള്ള പ്ലേറ്റിൽ നിന്ന് എടുത്ത് തിന്നോ. എന്റെ കാവിക്കുച്ചിന്റെ പപ്പടം ഞാൻ എടുക്കത്തില്ല. എനിക്ക് നിന്റെ പ്ലേറ്റിൽ മതി. താടി യക്ഷി. കിരൺ നിലയുടെ പ്ലേറ്റിൽ കഴിട്ടത് ആ പപ്പടം പൊടിഞ്ഞൊരുമാതിരി പപ്പടം പോലെ ആയിപ്പോയി. എന്താ ഞാൻ ഈ പറയുന്നേ? കിരണെന്ന് ഉറക്കിയ തുമ്മി. തുമ്മലിനൊപ്പം അവന്റെ മുടിയിലെ വെള്ളം തെറിച്ചു വീഴുന്ന കാണെ ഭദ്ര ഓടി വന്ന് നേരിയതിന്റെ തുമ്പ് കൊണ്ട് അവന്റെ തല തോർത്തി കൊടുത്തു. അവനൊരു പുഞ്ചിരിയോടെ ഭദ്രയെ നോക്കി. ആ കാഴ്ച കാണെ നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ നില തുടച്ചു മാറ്റി. ഊണൊക്കെ കഴിഞ്ഞതും ഭാർഗവൻ നായർ ഒരു പൊതിയുമായി അവിടേക്ക് വന്നു. പൊതി തുറന്ന് അവിടെ മാകെ ഭസ്മത്തിന്റെ സുഗന്ധം പരന്നു. കെട്ടുപിണിഞ്ഞ കറുത്ത ചരടുകൾ അദ്ദേഹം അവർക്ക് നേരെ നീട്ടി. ഇത് കൈ കെട്ടിക്കോളൂ. അമ്പലത്തില് പൂജിച്ച ചരട. ഭയപ്പെടാറായിട്ടൊന്നുമില്ല കേട്ടോ. എങ്കിലും ഇത് വേണം. പഴയൊരു തറവാടായത്. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ആരൊന്നും മിണ്ടിയില്ല. പക്ഷെ ലൂക്ക വേഗം തന്നെ അതിൽ നിന്നൊരു ചരടെടുത്ത് കയ്യിൽ കെട്ടി. പ്രേതത്തിനറിയില്ലല്ലോ ലോകം അറിയപ്പെടുന്ന മോഡൽ ലൂക്സ് എബ്രഹാമിനെ. കഴുത്തിൽ കിടന്ന സ്വർണ്ണക്കുരിശിലേക്ക് നോക്കി ലൂക്ക പറഞ്ഞു. സോറി കർത്താവേ, രാത്രി എങ്ങാനും നീ ഉറങ്ങിപ്പോയി എന്റെ സേഫ്റ്റി ഞാൻ തന്നെ നോക്കണ്ടേ? അതിനു വേണ്ടി ഈ ചരട്. ഹല്ലേലൂയ, സ്തോത്രം. കുരിശ് ചരടുമായിട്ട് അടിയങ്ങാനും കൂടിയാ ലൂക്കയുടെ കാര്യം ഗോവിന്ദ. കിരൺ ചരട് മുറുക്കി കെട്ടിക്കൊടുക്കുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലൂക്ക കിരണിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ നിമിഷം പൊട്ടി വന്ന ചിരി കിരൺ കടിച്ചമർത്തി.
മുറിയിൽ കയറിയതും ബെഡിൽ കിടന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നീല ഓടി അടുത്തുപോയി നോക്കിയത്. നോക്കുമ്പോൾ കണ്ടു ജാന്റെ വീഡിയോ കോളാണ്. കണ്ട മാത്രയിൽ തന്നെ അവളുടെ ഉള്ളൊന്ന് കുളിർന്നു. കുളി കഴിഞ്ഞ് ഒറ്റത്തോർത്തിൽ കെട്ടിവെച്ച മുടി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അഴിച്ചിട്ടിരുന്നില്ല അവൾ. അവന്റെ കോൾ കണ്ടതും വാതിലടച്ച് ഫോണും കൊണ്ട് അലമാരയുടെ ഒരു വശത്തുള്ള കണ്ണാടിക്കൊമ്പിൽ നിന്ന് സ്വന്തം മുഖമൊന്ന് നോക്കി. എവിടെ കറണ്ട് ഉണ്ടെങ്കിലല്ലേ വല്ലതും കാണാൻ കഴിയും. റാന്തിൽ കത്തിക്കാൻ കാത്തിരുന്നാൽ കോള് കട്ടായാലോ എന്ന് ഭയന്ന് അവൾ ആദ്യം അവന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചു മാറ്റി കുറച്ചു മുടി മുന്നിലേക്ക് എടുത്തിട്ടുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ആ നിമിഷം തന്നെ കണ്ടു പുരികം ചുളിച്ചുകൊണ്ട് കണ്ണു കൂർപ്പിച്ച് സ്ക്രീനിലേക്ക് നോക്കി തന്നെ കാത്തിരിക്കുന്നതാണ്. ഏയ് എന്താ നില, മൊത്തം ഇരുട്ടാണല്ലോ, വേറെ അഴിയുന്നില്ല? ഒരു സെക്കൻഡ് ഉണ്ണിയേട്ടാ, കറണ്ട് ഇല്ല, ഞാൻ ഈ റാന്തിലൊന്ന് കത്തിച്ചോട്ടെ. കട്ടിലേക്ക് കയറി അവന് കാണാൻ പാകത്തിന് ജനൽപ്പടിയിൽ ഫോൺ ചാരി വെച്ച ശേഷം മേശമേൽ നിന്ന് റാന്തലിനടുത്തേക്ക് ഓടിയവൾ കത്തിച്ച റാന്തലുമായി കട്ടിലിൽ കയറി. മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നവളെ ഒരു ചിരിയോടെ നോക്കിയിരുന്നവൻ റാന്തൽ ജനൽപ്പടിമേൽ വെച്ച് ഫോൺ കയ്യിലെടുത്ത് സപ്രപഞ്ചക്കട്ടിലേക്ക് ചാരിയിരുന്നു നീലാംബരി. അവളെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. എന്നാൽ അവനെ കണ്ട നിമിഷം തന്നെ തന്നോട് പറയാൻ നാടുവിട്ടതിന്റെ ബാക്കിയെന്നോണം നീലയുടെ മുഖത്തൊരു പരിഭവം നിറഞ്ഞു. അതുമായി ഇയാൾ ചെക്കൻ തന്റെ കയ്യിലിരിക്കുന്ന ഒരു ബോളിൽ നിന്നും പാസ്ത ഫോർക്കിൽ കുത്തിയെടുത്ത് കഴിക്കുകയാണ്. അവൾ കണ്ണു ഉറപ്പിച്ചെന്ന് നോക്കി അവനെ. എങ്കിലും ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവളുടെ ദേഷ്യമെല്ലാം പമ്പ കടന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവൻ കഴിക്കുന്നത്. കണ്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു ചേലാണ്. ഫോർക്കിൽ കൊരുത്ത പാസ്തയെ പല്ലുകൾ കൊണ്ട് കടിച്ചെടുത്ത് ചുണ്ട് നുണഞ്ഞുകൊണ്ട് വളരെ സാവകാശം അവൻ കഴിക്കുന്നത് നോക്കിയിരുന്നു അവൾ. ഒന്ന് രണ്ട് പാസ്ത ഫോർക്കിൽ കുത്തിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോഴാണ് ചെക്കൻ്റെ നോട്ട് ഇത്രയും നേരം അവിടെ നേരെയായിരുന്നെന്ന് പോലും അവൾ അറിയുന്നു. ഒരു മായാവലയത്തിൽ അകപ്പെട്ട പോലെ അവന്റെ ചുണ്ടിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു താനെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. വേണ്ടേ? അവനൊരു ചിരിയോടെ ചോദിച്ചത് അവളും ചിരിച്ചു. അവന്റെ ചുണ്ടിന്റെ സൈഡിലായി പറ്റിയ ക്രീം അവളൊന്ന് ചൂണ്ടിക്കാട്ടിയതും അത് ചൂണ്ടുവിരൽ കൊണ്ട് നീട്ടി തുടച്ചെടുത്ത് ചെക്കൻ അവൾക്ക് നേരെ നീട്ടി. അവൾ നാണത്തോടെ നിന്ന് ചിരിച്ചതും അവനൊരു കള്ളച്ചിരിയോടെ സ്വയം വിരലൊന്ന് നുണഞ്ഞെടുത്തു. അവിടെ മഴയുണ്ടെന്നില്ല? നല്ല മഴയാ, ഇടിയുണ്ട്, കറണ്ട് നേരത്തെ പോയി, ലൂക്ക കലിപ്പില്ല. കിരൺ പറഞ്ഞു, ഞാൻ വരട്ടെ, എല്ലാം ശരിയാക്കാം. ഓ, ഇയാളാരാ? KCB ഇയാളുടെയാ? അവളുടെ ചൊടിപ്പിക്കുന്ന വർത്താനം കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് മാറ്റിവെച്ച് കവളിൽ നാവുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്ന ഓട്ടം നോക്കിയവൻ അവളെ അവനൊന്ന് കൊതിപ്പിക്കാനായി ജനൽ തുറന്നിട്ടു. പതിവ് പോലെ കട്ടിലേക്ക് വീണ മുല്ലപ്പൂവിനെയും നീലാംബരിപ്പൂവിനെയും കയ്യിലെടുത്തൊന്ന് മണത്തു അവൾ. നെറ്റിയൊന്ന് തടവി ചെക്കിനൊന്ന് ചിരിച്ചുകൊണ്ട് ഇരുത്തിയൊന്ന് മൂളി. കാറ്റാഞ്ഞു വീശിയതും അവളുടെ മുഖത്തേക്ക് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് അവന്റെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി. റാന്തൽ കുറെ കൂടി അടുത്തേക്ക് നീക്കി വെച്ച് മുടിയിലൊക്കെ ആവശ്യമില്ലാതെ ഒന്ന് തലോടി അവളവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. നീ എന്താ ഇട്ടേക്കുന്നു? വിച്ച് ഡ്രസ്? പറയില്ല. എന്തേ, വേണേ വന്ന് നോയിക്കോ. ഓക്കെ നില, ആരും നിന്റെ പുറകിലൊരു വൈറ്റ് ഡ്രസ് ഇട്ട് നിൽക്കുന്നത്? നില ഞെട്ടിപ്പിടഞ്ഞോട് തിരിഞ്ഞു നോക്കി. ഏയ് ഇല്ലല്ലോ. നോ ഐ ക്യാൻ സീ someone is behind you. കളിക്കലുണ്ണിയേട്ടാ, ഇവിടെ ആരുമില്ല. ഏയ് ഐ സ്വയർ നില, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗോസ്റ്റ്. അയ്യോ ഉണ്ണിയേട്ടാ, സത്യമാണോ? ഞാൻ താഴേക്ക് പോവാം, പിന്നെ വിളിക്കാം. ഏയ് വെയിറ്റ്. ചിരിച്ചിരിച്ച് ഞാൻ ബെഡിലേക്ക് മലർന്നു വീണു. ആ കൊലച്ചിരി കണ്ട് നീലാംബരി ദേഷ്യം കൊണ്ട് വിറച്ചു. അവളുടെ ചുമന്ന് കൂർത്ത മൂക്കിൻ തുമ്പാണ് ചെക്കനും നടങ്ങി. ഏയ് കൂൾ നില, കൂൾ. നീ എന്താ ഇത്രയും നേരം അവിടെ നിന്ന് കാണിച്ചേ? എന്നെ കൊതിപ്പിച്ചല്ലേ നീ? മഴ നനയുന്നു, മുടി പിടിക്കുന്നു, പൂ മണക്കുന്നു. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാന്നില്ല. അതുകൊണ്ട് നീ ഇന്റൻഷനലി ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. സോ എൻ്റെ വക ചെറിയൊരു പണിഷ്മെന്റ്, അത്രയേ ഉള്ളൂ. ഇതുപോലെ രാത്രി എന്നെ തേടി വരും. അത് നീ ഇതൊക്കെ തന്നെ കാട്ടണം. നോട്ട് ചെയ്ത് വെച്ചോ നീ. അവളുടെ പരിഭവം ചെറുപുഞ്ചിരിയായി മാറുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. കണ്ണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. മഴ ചാറ്റേറ്റ് നനഞ്ഞ അവളുടെ മുഖത്ത് കണ്ണു തട്ടാതിരിക്കാൻ അപ്പോഴൊരു ഭസ്മക്കുറി ഉണ്ടായിരുന്നു. നാളത്താൽ കുനിഞ്ഞുപോയ അവളുടെ മുഖം മാത്രമായിരുന്നു അവന്റെ ശരീരത്തെ ചൂട് പിടിക്കാൻ. Your coming nights are so scary, Nila. When I'm with you, we will settle this here. നില, ഞാൻ കോൾ ചെയ്യുക. See you soon. അവന്റെ ഡീപ്പ് വോയിസ് ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ മുഖമുയർത്തി നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ ഒരു പിടിച്ചുലച്ച പെണ്ണിന്റെ മട്ടും ഭാവം ഒരിക്കൽ കൂടി കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ടാവണം ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ ആ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്. ലൂക്ക് വെളുക്കോളം കണ്ണുമിഴിച്ചു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഇൻഗോസ്റ്റോസിൻ മൂവിയിലെ തോമസ് കുട്ടിയെ പോലെ കണ്ണുമിഴിച്ച് കിടന്ന് ലൂക്ക. വെളുപ്പിനെപ്പോഴോ ആണൊന്ന് കണ്ണടച്ച് ഭദ്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇടവലം കിടന്നാണ് കാവ്യയും നിലയും ഉറങ്ങിയത്.
മഴ കടുത്തതോ ഇടി മുഴങ്ങിയതോ കറണ്ട് വന്നു പോകുന്നോ ഒന്നും അറിയാതെ ഒരമ്മ വെറ്റ 2 മക്കളെ പോലെ അവർ കിടന്നുറങ്ങി. കിരൺ അടുക്കളയിൽ തുളസിക്കൊപ്പമാണ്. ഓരോന്ന് പറഞ്ഞ് തുളസിയെ ചിരിപ്പിച്ച് പണ്ടാരമടക്കിയാണ് കിരൺ. തലേന്ന് നില പറയുമ്പോഴാണ് ഷൂട്ടിന്റെ പേരും പറഞ്ഞ് ശശിധരനും ഫാമിലിയും എറണാകുളത്ത് വന്ന കാര്യങ്ങളൊക്കെ ഭദ്രയും ഭാർഗവും ആരും അറിയുന്നത്. സരോജിനി മുത്തശ്ശിയുടെ ചികിത്സാ ചെലവ് തന്റെ കുടുംബം നോയിക്കൊള്ളാമെന്നൊരു ഉറപ്പ് കിരണിന്റെ ഭാഗത്തുനിന്ന് കേട്ടതും ഇരുവർക്കും സന്തോഷമായി. നീലാംബരിയെ തന്റെ കുടുംബത്തിന് മരുമകളായി വേണമെന്ന് കൂടി കേട്ടപ്പോൾ മുതൽ ഭദ്രയ്ക്കും തുളസിക്കും ഭാർഗവും നായർക്കും ജാനിനെ കാണാൻ തിടുക്കമായി. രാവിലെ തന്നെ നീലാംബരിയുടെ അലമാര തപ്പിപ്പെറുക്കി ഇഷ്ടപ്പെട്ടൊരു ധാവണി സെറ്റ് കൈക്കലാക്കി കാവ്യ. കൂടെ നീലാംബരിയും കൂടി. ഇരുവരും ധാവണിയും ചുറ്റി തനിനാടൻ വേഷത്തിൽ ലൂക്കയുടെ മൂട് മാറ്റാനായി മുറിയിലേക്ക് ഓടി. അങ്ങോട്ട് പോകാൻ പാടില്ല ലൂക്ക, മുത്തശ്ശൻ അറിഞ്ഞ വഴക്ക് പറയും. എന്റെ നില, നമ്മളിപ്പോ കണ്ടെന്ന് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഇടങ്ങളല്ല. ഞാൻ വരുന്നതിന് മുമ്പ് ഇല്ലാ സ്പോട്ട് ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ചെയ്തില്ലെങ്കിൽ അവൻ എന്റെ തലയിൽ ആണി അടിക്കും. കമോൺ നില. ലൂക്ക നിർബന്ധിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ നീലാംബരി സമ്മതിച്ചു. ഭദ്രയെ കണ്ട അനുവാദം വാങ്ങാനായി നില മുകളിലേക്ക് ഓടിയ നിമിഷം കിരണും കാവ്യയും ലൂക്കയും 4 കെട്ടിനപ്പുറമുള്ള ആ വാതിൽക്കിലേക്ക് നടന്നു. ആ വാതിലിനപ്പുറം എന്താണെന്നുള്ളത് നില പറഞ്ഞുള്ള അറിവേ കാവ്യക്കുള്ളൂ. വാതിൽക്കിലെത്തിയതും ചെറിയൊരു പേടി തട്ടി കാവ്യക്ക്. സാധാരണ എന്ന പോലെ നടന്നു പോകുന്ന കിരണിന്റെ കയ്യിലായി അവൾ ചുറ്റിപ്പിടിച്ചു. ചെക്കന് കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് ശരിയല്ല. ലൂക്കയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയ പിന്നെ ഷൂട്ട് മുടങ്ങുന്നുള്ളിൽ ഒരു സംശയവും വേണ്ട. നീലാംബരി മുറിയിലേക്ക് ചെന്നും കാണുന്നു തന്റെ ബാഗിൽ നിന്ന് ആ കുഞ്ഞു പെർഫ്യൂം ബോട്ടിൽ കയ്യിലെടുത്ത് മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് നിശ്ചലയായിരിക്കുന്ന ഭദ്രയാണ്. നാദുമേനോന്റെ സുഗന്ധം. അമ്മ എന്തേ? ഭദ്രയുടെ തോളിൽ കൈ ചേർന്നില്ല ചോദിക്കുമ്പോൾ ഭദ്ര അവളെ യാന്ത്രികമായി തുറിച്ചു നോക്കിയിരുന്നു. പക്ഷേ നീലാംബരിയിൽ ഒരു തരത്തിലുള്ള ഞെട്ടലും പ്രകടമായില്ല എന്ന് മാത്രമല്ല, അവൾ രണ്ടും കൽപ്പിച്ച് തന്നെ നിന്നു. ഞാൻ പലപ്പോഴേ അമ്മയോട് പറയാറില്ലേ, കുട്ടിക്കാലം മുതൽ എനിക്ക് മാത്രം അനുഭവപ്പെടാറുള്ള ഒരു സുഗന്ധത്തെക്കുറിച്ച്. അത് ഈ പെർഫ്യൂം സുഗന്ധ. അമ്മയ്ക്കറിയോ എനിക്ക് ഈ പെർഫ്യൂം എവിടുന്നാ കിട്ടിയെന്ന്? അപ്പോഴും ഭദ്ര അങ്ങനെ തന്നെ അവളെ നോക്കി. കിരണേട്ടൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലെ അലമാരിയിൽ നിന്നും. മേനോൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയും. പക്ഷെ അദ്ദേഹത്തിന് മാത്രം ആർക്കും അറിയില്ല. പണത്തിൻ്റെയും കുടുംബ മഹിമയുടെയും പത്രാസില്ലാത്ത ആ വലിയ മനുഷ്യൻ ക്യാമറയും തൂക്കി നാട് ചുറ്റാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കുറെ ഫോട്ടോകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് സ്വന്തം പ്രണയം ഉള്ളിലൊതുക്കി അപ്രത്യക്ഷനായി അദ്ദേഹം, നാഥുമേനോൻ. ഭദ്രയുടെ ശരീരം വിറക്കാൻ തുടങ്ങി. അവരാകെ വിയർത്തു. കണ്ണുകൾ ചുമന്ന് കലങ്ങി. ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ ആ അമ്മ കട്ടിലേക്ക് ചെരിഞ്ഞു. അമ്മ! നില ഉറക്കെ വിളിച്ചുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.